ഈ കാണുന്നതാണ് നമ്മുടെ സൊഹർ ഫോർട്ട്. തൊട്ട് ഫ്രണ്ടിൽ ബീച്ചാണ്. നമുക്കതിൻ്റെ മേളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുമായിരിക്കും. ഇവിടെ ഒരു പാർക്കുണ്ട്. ഇതൊക്കെ പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങളാണ്. നമുക്കവിടെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഒരു വേലി വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഈ ഭാഗത്തൊക്കെ ചെറിയ പഴയ സമയത്തുള്ള കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റും. ആക്ച്വലി ഈ കോട്ട പല പ്രാവശ്യം തകർന്നു പോയൊരു കോട്ടയാണ്. പിന്നെ ഈ അടുത്ത കാലത്താണ് ഇവർ റിനോവേറ്റ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാക്കിയതെന്നാണ് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങുന്ന സമയത്ത് സൊഹറിനെ പറ്റിയോ മസ്കറ്റിനെ പറ്റിയോ അധികം കാര്യമായിട്ട് റെഫർ ചെയ്യാതെ ഇതിനെപ്പറ്റി കാര്യങ്ങളൊന്നും പഠിക്കാതെ നടത്തിയ ഒരു യാത്രയാണ്. പോയി തിരിച്ചു വന്നതിന് ശേഷം ഞാൻ സൊഹറിനെ പറ്റി നെറ്റിൽ അന്വേഷിക്കുന്ന സമയത്ത് ഒരുപാട് വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. പക്ഷേ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ സൊഹറിനെ പറ്റി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ സൊഹർ എന്ന് പറഞ്ഞാൽ ഒരു പ്രാചീന ഒമാനി അല്ലെങ്കിൽ അറബി സഞ്ചാരി സിന്ധുബാദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന ക്യാരക്ടറാണെന്ന് പറയുന്നുണ്ട്, ഇല്ലാതെ ഒരു നാടോടി കഥകളിലെ ഒരു കഥാപാത്രമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ സിന്ധുബാദിന്റെ ജന്മസ്ഥലം അല്ലെങ്കിൽ പുള്ളി ജീവിച്ചിരുന്ന സ്ഥലമാണ് സൊഹർ എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ സിന്ധുബാദിന്റെ എന്തെങ്കിലും മെമ്മോറിയലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും സൊഹറിലില്ല. പക്ഷെ പറയപ്പെടുന്നത് സിന്ധുബാദ് സൊഹറിൽ ജീവിച്ചിരുന്ന ഒരാളാണെന്ന്. 9-10 നൂറ്റാണ്ട് സമയത്ത് ഈ ഗൾഫ് മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിരുന്നു സൊഹർ. ആ സമയത്ത് ഇന്ത്യയുമായിട്ടും ചൈന, ആഫ്രിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ കടൽ വഴിയുള്ള വ്യാപാരം ഈ മേഖലയിലുള്ള മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള ആൾക്കാർ നടത്തിയിരുന്നതിൽ പ്രധാനപ്പെട്ട തുറമുഖം എന്ന് പറഞ്ഞാൽ സൊഹറായിരുന്നു. അതുപോലെ തന്നെ ഒരു സമയത്ത് ചെമ്പ് കച്ചവടത്തിന്റെ കേന്ദ്രവും കൂടെ ആയിരുന്നു സൊഹർ. അതൊക്കെ സൊഹറിന്റെ പഴയ കഥകളാണ്. പുതിയ കാലഘട്ടത്തിലോട്ട് വരുമ്പോഴും തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളിൽ സൊഹറിന് വ്യക്തമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. ആദ്യകാലത്ത് സൊഹറിന്റെ പോർട്ടായിരുന്നു ഒമാനിലെ പ്രധാനപ്പെട്ട പോർട്ട്. പിന്നെ മസ്കറ്റ് ഡെവലപ്പ് ആവുകയും അവിടുത്തെ പോർട്ട് വലുതാവുകയും അതുപോലെ സലാല പോലെയുള്ള പോർട്ടുകൾ ഡെവലപ്മെന്റ് നടക്കുകയും ചെയ്യുന്ന സമയത്താണ് സൊഹർ പോർട്ടിന്റെ ഒരു പ്രാധാന്യം ഈ മേഖലയിൽ കുറയുകയും. പക്ഷെ ഇപ്പോഴും ഇവിടെ ഒരു വലിയൊരു പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വ്യവസായശാലകൾ, ഫ്രീ സോണുകളും ഒക്കെ ഇപ്പോഴും സൊഹറിലുണ്ട്. മനോഹരമായിട്ടുള്ള നല്ല ബീച്ചുകൾ, അതുപോലെ പരമ്പരാഗത രീതിയിലുള്ള മാർക്കറ്റുകൾ, അതൊക്കെ ഉള്ള ഒരു നല്ലൊരു പട്ടണം തന്നെയാണ് സൊഹർ ഇന്നും. പക്ഷേ മസ്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഒരു ഡെവലപ്മെന്റ് ഒന്നും സൊഹറിൽ വന്നിട്ടില്ല. വളരെ ശാന്തമായിട്ടുള്ള റോഡുകൾ, അതുപോലെ നല്ല മനോഹരമായിട്ടുള്ള റോഡ് സൈഡിലുള്ള പൂന്തോട്ടങ്ങളും കാര്യങ്ങളായിട്ട് വളരെ നല്ല രസമുള്ളൊരു പട്ടണമായിട്ടാണ് സൊഹർ എനിക്ക് ഫീൽ ചെയ്തത്. ആദ്യത്തെ വീഡിയോയിൽ സൊഹറിൽ എത്തി നമ്മൾ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങളും അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഒരു ബീച്ചിൽ പോയതും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് സൊഹറിലെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോയതെന്ന് പറഞ്ഞാൽ സൊഹർ ഫോർട്ടിലോട്ടാണ്. ഞാൻ പറഞ്ഞു വന്ന പോലെ ഈ തുറമുഖവും സൊഹറിന്റെ പുരാതന ചരിത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പട്ടണമായതുകൊണ്ട് തന്നെ പണ്ടുകാലം മുതൽ ഇവിടെ കോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒമാന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ഈ സൊഹർ വരുന്നത്. പേൾ ഓഫ് ഒമാൻ എന്നാണ് സൊഹർ അറിയപ്പെടുന്നത്. ഒമാന്റെ തലസ്ഥാനമായിട്ടുള്ള മസ്കറ്റിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ തന്നെ ദുബായ് പട്ടണത്തിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ ദൂരെയാണ് ഈ സൊഹർ വരുന്നത്. അപ്പോൾ ഈ സൊഹർ ഫോർട്ടിന്റെ കാഴ്ചകളും സൊഹറിന്റെ മറ്റു വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ. എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് സൊഹർ ഫോർട്ടിലോട്ടുള്ള വഴി നോക്കട്ടെ. ഗൂഗിൾ മാപ്സ് നോക്കി വേണം പോകാൻ. സൊഹർ സ്ട്രീറ്റിൽ നിന്ന് തന്നെയാണ് ഈ ഒരു റോഡിൻ്റെ പേര്. സൊഹർ ഫോർട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ എന്നാണ് ഗൂഗിൾ മാപ്സ് പറയുന്നത്. 5 മിനിറ്റ് കാണിക്കുന്നുള്ളൂ. തൊട്ടടുത്ത് തന്നെയാണെന്നാണ് ഗൂഗിൾ മാപ്സ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു അൽസങ്കർ പാർക്കിൽ നിന്ന് 10 മിനിറ്റ് കാർ ഓടിച്ചിട്ടുണ്ടാവും. ഇനി ഒരു 5 മിനിറ്റ് യാത്രയും കൂടെ പറയുന്നുണ്ട് സൊഹർ ഫോർട്ട് എത്താനായിട്ട്. വരുന്ന വഴിക്ക് ഈ റോഡിൻ്റെ പേര് ഗൂഗിൾ മാപ്സിൽ കാണിച്ചതെന്ന് പറഞ്ഞാൽ കാശ്മീർ സ്ട്രീറ്റ് എന്നാണ്. പക്ഷേ നെയിം ബോർഡൊന്നും കണ്ടില്ല. കാശ്മീർ സ്ട്രീറ്റ് എന്ന് ഗൂഗിൾ മാപ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാശ്മീർ സ്ട്രീറ്റ് എന്ന് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. മണി ഇപ്പോൾ 12 ആവുന്നു. റോഡിലൊന്നും അത്ര തിരക്കൊന്നുമില്ല. റോഡിൻ്റെ സൈഡിലൊക്കെ ചെടികളൊക്കെ നട്ടിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കെട്ടിടങ്ങളൊക്കെ പൊക്കം കുറഞ്ഞ ചെറിയ രീതിയിലുള്ള കെട്ടിടങ്ങളാണ് കാണുന്നത്. അൽഖല റൗണ്ട് ബോട്ട് എന്നാണ് ഈ റൗണ്ട് ബോട്ടിൻ്റെ പേര്. നമുക്ക് അടുത്ത റൗണ്ട് ബോട്ടിൽ നിന്ന് ലെഫ്റ്റ്. അവിടെ നിന്ന് റൈറ്റ് അല്ലായിരുന്നു, അത് ലെഫ്റ്റ് ആയിരുന്നു. ഓക്കെ, അത് റൈറ്റ് ആയി. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് സൈഡാണ് വരുന്നത്. അൽസൂഖ് സ്ട്രീറ്റ്. നല്ല നീല കളറിൽ ദൂരെ കടൽ കാണുന്നുണ്ട്. നമ്മുടെ വലതുവശത്താണ് ഫോർട്ട് വരുന്നതെന്നാണ് ഗൂഗിൾ മാപ്സ് പറയുന്നത്.
അതാ ഇതാണ് ഫോർട്ട്. ഓ ഈ കാണുന്നതാണ് നമ്മുടെ സൊഹർ ഫോർട്ട്. തൊട്ട് ഫ്രണ്ടിൽ ബീച്ചാണ്. നമുക്കതിൻ്റെ മേളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുമായിരിക്കും. ഇവിടെ ഒരു പാർക്കുണ്ട്. അതുപോലെ ഇതൊരു മെയിൻ റോഡാണ്. അത്യാവശ്യം പാർക്കിങ്ങിൽ കുറേ കാറുകളുണ്ട്. നമുക്ക് എന്തായാലും പോയിട്ട് നോക്കാം. തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഗൂഗിൾ നോക്കിയപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒമാൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 40 വർഷമായപ്പോൾ സൊഹറിലെ കൃഷിയെയും മീൻപിടുത്തത്തിനെയൊക്കെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു സ്തൂപം എന്നാണ് ഗൂഗിൾ മാപ്സ് പറയുന്നത്. മുജസം ഹസാദ് അൽ അർബൈൻ എന്നാണ് അറബിയിൽ പറയുന്നത്. അതായത് സ്റ്റാച്യു ഓഫ് 40 എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഒരുപാട് തെങ്ങുകളൊക്കെ ഈ ഭാഗത്തുണ്ട്. ഒരുപാട് തെങ്ങുകൾ കാണുന്നുണ്ട്. സമയം ഇപ്പോൾ 12 കാലമായി. അത്യാവശ്യം ചൂടുണ്ട് പുറത്ത്. കുറേ ഒമാൻ്റെ ഫ്ലാഗ് ഉണ്ട് ഇവിടെ. എൻട്രൻസ് എവിടെയാണെന്ന് അറിയില്ല. അവിടെയാണോ? അവിടെ ഒരു സ്റ്റെപ്പ് കയറി പോകുമ്പോൾ അവിടെ ഒരു എൻട്രൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഈ ഭാഗത്താണ്. ഇവിടെയാണ് കാറൊക്കെ പാർക്ക് ചെയ്ത്. നമുക്ക് ഈ ഭാഗത്തോട്ട് പോയി നോക്കാം. ഇതാണ് ഫോർട്ടിൻ്റെ എൻട്രൻസ്. ബീച്ച് കാണാം. അവിടെ ഫ്രണ്ടിൽ തന്നെ 2 പീരങ്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി നോക്കാം. സൊഹർ കോട്ടയ്ക്ക് ഒമാൻ ചരിത്രമായിട്ട് ഉള്ള ബന്ധവും പ്രാധാന്യവും ഒക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒമാൻ്റെ ചരിത്രത്തിൽ നിർണായകമായിട്ടുള്ള പല സംഭവങ്ങൾക്കും ഈ ഫോർട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഈ അറബിക് സ്റ്റൈലിലുള്ള കിണർ ഇങ്ങനെയാണ്. ചെറിയ വീതി പറഞ്ഞ കിണറാണ്. അതിന് വെള്ളം കാണുന്നുണ്ട്. ഇതിന് മുകളിൽ കയറി വന്നു കഴിഞ്ഞാലുള്ള വ്യൂ ആണ്. നമുക്ക് ബീച്ച് നല്ല ഭംഗിയായിട്ട് ഇവിടെ നല്ല ബീച്ച് കാണാൻ പറ്റും. ഈ കാണുന്നത് അതുപോലെ എന്തോ ഒരു ഗവൺമെൻറ് ഓഫീസ് എന്തോ ആണ്. ഈ ഫോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പുറകിലൊരു ബീച്ച് റോഡുണ്ട്. അതിൻ്റെ പുറകിൽ ബീച്ചാണ്. ആ ബീച്ച് റോഡ് വഴി ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഉള്ളിൽ കയറുന്ന സമയത്ത് ഒരുപാട് യു എയിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർട്ടിനകത്തുള്ളതെല്ലാം യു എയിലുള്ള ആൾക്കാരാണ്. അവധി ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും സൊഹർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ടൗണാണ്. യു എയുടെ അടുത്തായതുകൊണ്ട് ആൾക്കാരൊക്കെ സെലക്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് സൊഹർ. 13-ാം നൂറ്റാണ്ടിലാണ് ഈ കോട്ട നിർമ്മിച്ചതെന്ന് പറയുന്നത്. പക്ഷേ ഇരുമ്പ് യുഗം മുതൽ തന്നെ ഈ ഭാഗത്ത് മനുഷ്യവാസം ഉണ്ടായിരുന്നെന്നുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 25 കിലോമീറ്റർ നീളമുള്ള ഒരു ഭൂഗർഭപാതയും കോട്ടയിലുണ്ടെന്നാണ് പറയുന്നത്. ആക്ച്വലി ഈ കോട്ട പല പ്രാവശ്യം തകർന്നു പോയൊരു കോട്ടയാണ്. പിന്നെ ഈ അടുത്ത കാലത്താണ് ഇവർ റിനോവേറ്റ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാക്കിയതെന്നാണ് പറയുന്നത്. ഇതൊക്കെ പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങളാണ്. നമുക്കവിടെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഒരു വേലി വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഈ ഭാഗത്തൊക്കെ ചെറിയ പഴയ സമയത്തുള്ള കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ കോട്ടയ്ക്ക് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. കുറേ ഭാഗങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. പഴയ കുറേ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാം. ഞാൻ ഒരു ടണലിൻ്റെ കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഈ ഭാഗത്താണ്. 25 കിലോമീറ്റർ നീളമുള്ള തുരങ്കം എന്നാണ് പറയുന്നത്. അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ശത്രുക്കളുടെ ആക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ കോട്ടയുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിരുന്നു അത്. അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതിൻ്റെ ടോപ്പിലുള്ള ഒരു പോർഷനിലെത്തി. ഇതൊരു ടവറാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. മേളിലൊന്നും കയറാൻ പറ്റില്ല. ഇങ്ങനൊരു കിളിവാതിൽ. ഇതിൻ്റെ പുറത്തൊരു മോസ്കാണ്. മോസ്കിൻ്റെ പുറത്തൊരു പാർക്ക് പോലെ ഒരു സംഭവമാണ് ഈ കാണുന്നത്. അതുപോലെ ഇവിടെ നോക്കിയാലും പുറത്തുണ്ട് റോഡ് കാണാം. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഇവിടെ നിന്ന്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പൊക്കത്തിൽ നമുക്ക് ബീച്ചിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. അവിടെ ഒരു പാർക്ക് കാണുന്നുണ്ട്.
ഒമാന്റെ വടക്ക് ഭാഗത്ത് ബത്തൈന പ്രവിശ്യയിലാണ് സൊഹർ വരുന്നത്. ഒരു കാലഘട്ടത്തിൽ അറേബ്യൻ മേഖലയിലെ ഏറ്റവും പേര് കേട്ട ഒരു ഫോർട്ടായിരുന്നു സൊഹർ. നഗര സംരക്ഷണത്തിനായിട്ട് 9-ാം നൂറ്റാണ്ടിലാണ് ഈ കോട്ട പണിതതെന്ന് രേഖകളിലുള്ളത്. പിന്നീട് പല പ്രാവശ്യം ആക്രമണങ്ങളും പുനർനിർമ്മാണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഹോർമുസ് ഭരണാധികാരികളുടെ കാലത്ത് 15-ാം നൂറ്റാണ്ടിലാണ് ഏറ്റവും അവസാനം നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. പിന്നീട് വന്ന പോർച്ചുഗീസുകാരും കോട്ട പുതുക്കി പണിതിട്ടുണ്ടായിരുന്നു. 5 വാച്ച് ടവറുകളാണ് കോട്ടയ്ക്കുള്ളത്. യുനെസ്കോയുടെ പൈതൃക സ്മാരക പട്ടികയിലുള്ള ഒരു നിർമ്മിതി കൂടിയാണ് ഈ സൊഹർ ഫോർട്ട്. ഗൾഫ് ഓഫ് ഒമാൻ കടലാണ് ഈ കാണുന്നത്. ഒമാൻ്റെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഈ സൊഹറിനെ കണക്കാക്കുന്നത്. ഇവിടെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ കാഴ്ചകൾ. നമ്മൾ കാഴ്ചകളെ കണ്ടിട്ട് പുറത്തിറങ്ങി. ഇപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകാം. നമ്മളിങ്ങനെ കോട്ടയുടെ പുറത്തിറങ്ങിയിട്ട് നേരത്തെ വന്നപ്പോൾ ഇവിടെ കണ്ടതാണ്. ഇവിടെ ചെറിയൊരു ഗാർഡനും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു പീരങ്കി വെച്ചിട്ടുണ്ട്. പുറത്തുള്ളൊരു നടപ്പാതയാണ്. ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവിടെ ഒരു മസ്ജിദ് കാണാം. നല്ല തണുത്ത കാറ്റുണ്ട്. നമ്മളിപ്പോൾ കോട്ടയുടെ വെളിയിലാണുള്ളത്. ഇത് വേറൊരു ഗേറ്റാണ്. ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ 2 ടാങ്ക് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കോട്ടയാണ് ഇത് കേട്ടോ. അവിടെ ഫ്ലാഗ് കാണുന്നുണ്ട്. കൊള്ളാം. അപ്പോൾ നമ്മുടെ സൊഹർ ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ അത്ര പ്രിപ്പയർ ചെയ്തിട്ടല്ല വന്നത് ഈ ട്രിപ്പ്. അറിയാമല്ലോ, പെട്ടെന്ന് ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു 4 ദിവസം പ്ലാൻ. എന്ത് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്തു, ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും നമ്മളിപ്പോൾ സൊഹറിൻ്റെ കുറേ ബീച്ച് വ്യൂവും അതുപോലെ ഈ സൊഹറിലെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വലിയൊരു ഫോർട്ടാണ്. അപ്പോൾ ഫോർട്ടിൻ്റെ കാഴ്ചകൾ കണ്ടു. ഞാനിപ്പോഴും ഇന്ന് തിരിച്ച് യു.എക്ക് പോകണോ നാളെ പോകണോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്കൊന്ന് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത ഈ സൊഹറിലെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.